ജപ്പാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജപ്പാനിനെ കുറിച്ച് വായിക്കുമ്പോൾ, ജപ്പാനെ പറ്റിയുള്ള വീഡിയോസ് കാണുമ്പോൾ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ചെറിയ ആഗ്രഹമാണ് അവിടുത്തെ സബർബ്സിൽ അല്ലെങ്കിൽ വില്ലേജിലൊക്കെയുള്ള ജീവിതം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ഈ ശാന്തവും സുന്ദരവുമായ ഷിനാഗാവ എന്ന ടോക്കിയോയുടെ സബർബ്സിലാണ് നമ്മൾ കുറച്ച് ദിവസം അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കാൻ പോകുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നല്ല കണക്ടിവിറ്റി, ജപ്പാനിലെ ടോക്കിയോ നഗരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും പോകാനുള്ള കണക്ടിവിറ്റി ഉള്ള ഒരു ഏരിയ ആണിത്. അഥവാ നിങ്ങൾ ജപ്പാനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഷിനാഗാവ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് തപ്പിത്തിരിഞ്ഞ് തടഞ്ഞ് നിൽക്കുന്നതാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അപ്പാർട്ട്മെന്റിലോട്ടുള്ള പ്രയാണം ഇത് ആരംഭിക്കുകയായി. ഇതിലൂടെ നടന്ന് നമ്മൾ നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ കയറാനുള്ള കീ കോഡ്, മെയിൻ ഗേറ്റിൻ്റെതും ഉള്ളിലെ നമ്മുടെ അപ്പാർട്ട്മെന്റ് കീ കോഡൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ കയറുകയാണ്. നമ്മുടെ അപ്പാർട്ട്മെന്റ് അല്ലാതെ അവിടെ വേറെയും 2 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതിൽ വേറെ താമസക്കാരുണ്ട്. അപ്പോൾ ഇതാണ് ഈ റെഡ് ഡോറാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. കീ കോഡ് ഇട്ട് നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. ഈ സ്പ്രിംഗ് സീസണിൽ നിന്ന് സമ്മറിലോട്ട് പോകുന്ന ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മൾ പോയത്. അപ്പോൾ ആ സമയത്ത് ജപ്പാനിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, എന്നാൽ അങ്ങ് ചൂടുമായിട്ടില്ല. നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ സഹിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ക്ലൈമറ്റാണ് അപ്പോഴുള്ളത്. വിന്ററിന്റെ ആ ഒരു എക്സ്ട്രീം ഒന്നുമില്ല, എന്നാൽ സമ്മറും എക്സ്ട്രീം ആയില്ല. അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ്. അപ്പൊ ഇതാണ് കുഞ്ഞു കിച്ചൺ. പിന്നെ ജപ്പാനിൽ എത്ര തന്നെ വലിയ സ്പേസ് ആയാലും അവരെത്ര സ്ഥലങ്ങൾ കോസി ആൻഡ് കോമ്പാക്റ്റ് ആയി യൂസ്ഫുൾ ആക്കാം എന്നുള്ളതാണ് അവരുടെ ജീവിത മന്ത്രം തന്നെ. അപ്പൊ ഇതാണ് ബാത്റൂം. ബാത്റൂമിൽ ഒരു സ്റ്റീമിങ് ചേംബർ കൂടെയാണ്. അലക്കിയ തുണികൾ അവിടെയാണ് ഉണക്കേണ്ടത്. ഇതിന് ബാൽക്കണിയിലൊന്നും ഇടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ രീതി അവർക്കില്ല. പിന്നെയുള്ളത് ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, ബെഡ്റൂമാണ്. എല്ലാം വളരെ സ്പേഷ്യസ് ആണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ഇവിടെ താമസിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി സ്പേഷ്യസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഇത്തരം അപ്പാർട്ട്മെന്റ്സ് എടുത്ത് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റിന് മുകളിലായി 2 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ 2 യൂറോപ്യൻ ഫാമിലീസ് ആണ് താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു നോക്ക് കണ്ട് തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലെത്തി. അപ്പോൾ ഇതിന് ശേഷം വൈകുന്നേരത്തെ ഡിന്നർ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ സാമഗ്രികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ അച്ഛനും മോളും കുറച്ച് ദിവസം 2 ആഴ്ചയോളമായി കാണാതിരുന്ന മലയാളം ചാനൽസ് വല്ലതും കാണാൻ കിട്ടുമോ എന്ന് തപ്പി കണ്ട് സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് വിശപ്പിന്റെ വിളി വന്നത്. കുക്ക് ചെയ്ത് തിന്നാനുള്ള സാവകാശമില്ല, കുറച്ചെന്തെങ്കിലും തിന്നാലേ വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ജപ്പാനിൽ വന്നിട്ട് നമ്മൾ അങ്ങ് അറേബ്യയിൽ കിട്ടുന്ന ഷവർമ വാങ്ങിച്ചു കഴിച്ചു സുഹൃത്തുക്കളെ. ഇത്തരം വെറൈറ്റികൾക്ക് ബന്ധപ്പെടുക ആശാൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഷവർമ മുണിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ പോവുകയാണ്. നാട്ടിലെ ഗ്രോസറി ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ജപ്പാനിലെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി ഷോപ്പിന് വേറൊരു തരം ഫീലിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ ഫ്രഷ് ഫുഡ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ഫ്രഷ്നെസ് ആണ്, പറയാതിരിക്കാൻ വയ്യ. തക്കാളികൾ തന്നെ ഒരു 10-15 വെറൈറ്റി ഞാൻ കണ്ടു. ആപ്പിളൊക്കെ തേങ്ങയുടെ അത്രയും വലിപ്പമുണ്ട്, സ്ട്രോബെറി ഒക്കെ തക്കാളിയുടെ അത്രയും വലിപ്പമുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു ഇവിടുത്തെ വെറൈറ്റികൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ണിന് ഇമ്പമായി തോന്നിയതെല്ലാം വാങ്ങിച്ചു, വിശപ്പടക്കാനുള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയി പറയപ്പെടുന്ന ബീഫ് ഉണ്ടല്ലോ, കോബെ ബീഫ്, വാഗ്യു ബീഫ് ഒക്കെ വളരെ ന്യൂട്രീഷണലി ഹൈ ആയിട്ട് ഇങ്ങനെ വളർത്തി ഉണ്ടാക്കുന്ന മീറ്റാണിത്. അപ്പോൾ അത് വാങ്ങിച്ച് കുക്ക് ചെയ്യുക എന്നതാണ് അടുത്ത ആശാന്റെ വേറൊരു ബക്കറ്റ് ലിസ്റ്റ് ആഗ്രഹം. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറേ ഫ്രഷ് ഫുഡാണ്. ഇവിടുത്തെ മീറ്റ് ആണെങ്കിൽ പോലും നമുക്ക് റോ ആയിട്ട് തിന്നാൻ പറ്റുന്ന അത്രയും ഫ്രഷ്നെസ്സും കാര്യങ്ങളും അങ്ങനെ പലതും ഉള്ളതാണ്. അപ്പം അങ്ങനത്തെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ കണ്ടു, ചിലതൊക്കെ വാങ്ങിച്ചു. പിന്നെ തിന്ന് തീർക്കാൻ പറ്റുന്നതേ വാങ്ങിച്ചുള്ളൂ. കാര്യം പകൽ നേരത്തെ യാത്രയായിരിക്കുമല്ലോ. അപ്പോൾ അതിനിടയിൽ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് തിന്ന് തീർക്കാൻ ആളില്ലല്ലോ. അപ്പോൾ ഇന്ന് രാത്രി തിന്നതാ നാളെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത് വാങ്ങിക്കുക. ഇത്രയൊക്കെ നമുക്ക് ഇപ്പോൾ ടാർഗറ്റ് ഉള്ളൂ. പിന്നെ എല്ലാം സെൽഫ് സർവീസ് ആണ് ഇവിടെ. ഒരു ഹോൾ സൂപ്പർ മാർക്കറ്റിന് ഒരാളും കണ്ടേ കാണുള്ളൂ, ഒരു എംപ്ലോയി ആയിട്ട്, അല്ലെങ്കിൽ കൂടി വന്ന 1-2 അതിന്റെ വലിപ്പം അനുസരിച്ച്. എത്ര തന്നെ ആൾക്കാർ വന്നാലും അത് നമുക്ക് തന്നെ ചെയ്ത് തീർക്കാനുള്ള കൗണ്ടേഴ്സ് ഉണ്ട്, സെൽഫ് ആയിട്ട് ചെയ്യാനുള്ള. പിന്നെ വായിക്കാൻ കുറച്ച് കഷ്ടപ്പെടും, അതിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് സ്കാൻ ചെയ്തും പിടിച്ചും പറഞ്ഞും ഒക്കെ നമ്മൾ ബില്ലിങ്ങും പാക്കിങ്ങും എല്ലാം ചെയ്തു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ രീതിയിൽ സ്വയം പര്യാപ്തരായ ഫീൽ നമുക്ക് കിട്ടുന്നതാണ്. എനിക്കത് കിട്ടി.
പിന്നെ നമ്മൾ തന്നെ എടുത്ത സാധനങ്ങൾ നമ്മൾ തന്നെ തിരിച്ചു വെക്കണം. ബാസ്ക്കറ്റ് ഏത് സ്ഥാനത്ത് നിന്ന് എടുത്തോ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണം. പാക്ക് ചെയ്യാൻ കവർ എടുത്തോ അത് നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പണ്ട് അച്ഛനും അമ്മയൊക്കെ എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നത് ഇവിടെ ഈ ജപ്പാനിൽ ഒരു മനുഷ്യന്മാരും എല്ലാ സ്ഥലത്തും ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ടോ നമ്മൾ വീട്ടിൽ പോലും അത് ചെയ്യുന്നില്ല. ഇനിയെങ്കിലും നന്നാവണം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കവറിലാക്കി കൊണ്ടുപോവാണ്. ജനറലി ഇവിടെ പ്ലാസ്റ്റിക് കവേഴ്സോ അല്ലെങ്കിൽ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള കവേഴ്സോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലും ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് അവർ എൻകറേജ് ചെയ്യുന്നില്ല. ബയോഡിഗ്രേഡബിൾ ആണെങ്കിലും അത് റിസോഴ്സ് വേസ്റ്റേജിലോട്ട് പോകാതിരിക്കാൻ അവർ പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ സാധനങ്ങളൊക്കെ സഞ്ചിയിലാക്കി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളെപ്പോലെ തന്നെ സാധനങ്ങളും സഞ്ചിയിലാക്കി വീട്ടിലോട്ട് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വളരെ നൈറ്റ് ലൈഫ് ആക്റ്റീവായിട്ടുള്ള ഒരു ടോക്കിയോയുടെ സൈഡല്ല, ഒരു റെസിഡൻഷ്യൽ സബബ് ആയിട്ടുള്ള ഏരിയയാണ്. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ താമസിക്കുന്ന ഏരിയ, സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ഏരിയ. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ തക്കാളിയുടെ അത്രയും വലുപ്പമുള്ള സ്ട്രോബെറിയും ചെറിയ നാരങ്ങയുടെ അത്ര വലുപ്പമുള്ള ബ്ലൂബെറിയും ഒക്കെ നമ്മൾ എടുത്ത് തിന്നാൻ തീരുമാനിച്ചു. കാര്യം വളരെ ജ്യൂസിയും നമ്മളെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള ടെക്സ്ചറുള്ള ഫ്രൂട്ട്സും ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ വളരെ ജ്യൂസി ആയിരുന്നു, സ്വീറ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി മുണങ്ങിക്കൊണ്ടിരുന്നു. വെട്ടുമ്പോൾ ഒരു സന്തോഷം, മുണങ്ങുമ്പോൾ വേറൊരു സന്തോഷം. അതായിരുന്നു അക്കുവിൻ്റെ രീതി. ജപ്പാനിൽ വന്നിട്ട് ഇവിടുത്തെ മനുഷ്യന്മാരുടെ പെരുമാറ്റ രീതിയും ഇവിടുത്തെ വൃത്തിയും എല്ലാം അത്ഭുതപ്പെടുത്തുകയും കൂടെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യം ഇവിടുത്തെ ഭക്ഷണത്തിലെ ഫ്രഷ്നെസ് ആണ്. അത് കുക്ക് ഫുഡ് ആയാലും ഫ്രഷ് ഫുഡ് ആയാലും നോൺ വെജ് ഫുഡ് ആയാലും ഇത്രയും ഫ്രഷ്നെസ് വേറെ എവിടെന്നെങ്കിലും കഴിച്ച ഫുഡിന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തീർത്തും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ജപ്പാൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, നല്ലതാണ് എന്നൊക്കെ തോന്നി. ഇതിവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. ഇതിലെന്താ പ്രത്യേകത എന്നായിരിക്കും, ഈ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത്രയും സോഫ്റ്റ് ബ്രെഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കഴിക്കുന്നത് ജപ്പാനിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു ഓതന്റിക് കഫേന്നോ ഒന്നും വാങ്ങിച്ചല്ല, സാധാരണ ഒരു ഗ്രോസറിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ട ഈ ചോക്കോ ബട്ടർ, പീനട്ട് ബട്ടർ സ്പ്രെഡാണ്. സ്പ്രെഡിനെ പറ്റിയുള്ള അത്ഭുതമല്ല, സ്പ്രെഡ് എങ്ങനെയാണ് അത് ബ്രെഡിൽ ഇടുന്നത് എന്ന് ഉള്ള ആ മെക്കാനിസമാണ് എന്നെ എക്സൈറ്റഡ് ആക്കിയത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇതിങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെ ഇടയിലും ഒരു ഹോള് വരും. ആ ഹോള് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിലുള്ള മുഴുവൻ ചോക്കോ ബട്ടറും പീനട്ട് ബട്ടറും ഈ ബ്രെഡിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും, ഒരു തുള്ളി പോലും ആ കവറിൽ ബാക്കി വെക്കാതെ. അപ്പോൾ ഇങ്ങനത്തെ മൈക്രോ എൻജിനീയറിംഗ് എന്നൊക്കെ പറയില്ലേ, ആണ് ജപ്പാൻ ജീവിതത്തെ കൂടുതൽ എന്താ പറയുക എഫിഷ്യൻ്റ് ആക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ചോക്കോ പീനട്ട് ബട്ടർ സ്പ്രെഡ് ഈ പാക്കറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനും ഈ ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാനും ഞാൻ കുറേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെ മേടിച്ച് കഴിക്കുകയുണ്ടായി. അടുത്തതായി കാണാൻ പോകുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ലോണ്ട്രി ഷോപ്പ് അല്ലെങ്കിൽ സിസ്റ്റമാണ്. ഇവിടുത്തെ ഈ സബർബിലെ ഒരു 2, 3, 4 സ്ട്രീറ്റുകളിലെ എല്ലാ വീടുകൾക്കും യൂസ് ചെയ്യാൻ തക്കതായിട്ടുള്ള ഒരു ലോണ്ട്രി മാറ്റ്. അപ്പം ഇത് ഈ ടൂറിസ്റ്റുകൾ മാത്രം യൂസ് ചെയ്യുന്നത്, ടൂറിസ്റ്റ് വളരെ ഡെൻസ്ലി വരുന്ന ഒരു ഏരിയ ഒന്നല്ല. ഇത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ജപ്പാനീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഈ ഷൂ വാഷർ, അതായത് ഈ സ്നീക്കേഴ്സ് മാത്രം വാഷ് ചെയ്യാൻ പറ്റുന്ന വലിയ ബ്ലാങ്കറ്റ്സ് വാഷ് ചെയ്യുന്ന സിസ്റ്റം ഒന്നും വീട്ടിലുണ്ടാവണമെന്നില്ല. ബട്ട് അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ കൊണ്ടുവന്ന തുണികളെല്ലാം അലക്കി ഉണക്കി മടക്കി അവിടെ നിന്ന് തന്നെ എടുത്ത് സഞ്ചിയിലാക്കി തിരിച്ച് വീട്ടിൽ പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വീട്ടിലെ എല്ലാം ഈ വേസ്റ്റ് ബിന്നിന് ഇങ്ങനത്തെ ഒരു ടാഗ് ഉണ്ടാവും. അതായത് ബേണബിൾ ആയിട്ടുള്ള പേപ്പർ അതുപോലെയുള്ള സാധനങ്ങൾ ഒന്നിലും, ബാക്കിയുള്ള ഗ്ലാസ്, പ്ലാസ്റ്റിക്, ക്യാൻസ് ഇതൊക്കെ വേറൊന്നിലും, മെറ്റൽസ് ഒക്കെ വേറൊന്നിലും, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടണം. അപ്പോൾ ഇത് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് കഴുകി ഉണക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരെ തെറിവിളിച്ച് നമ്മൾ മലയാളികൾ ഇത് കാണുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. ജപ്പാനിലെ എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്ന കാര്യമാണിത്, ക്ലീൻ ആക്കിയിട്ട് വേസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഈ കുഞ്ഞൻ അടുക്കളയിലെ കുഞ്ഞൻ ഗൈഡാണ് അവിടെ വാളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ തിന്നും കുടിച്ചിരുന്നാൽ മതിയോ? നമ്മൾ രാവിലെ നടക്കാനിറങ്ങി, കറങ്ങാനിറങ്ങി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 100-150 മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മെട്രോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പം നമ്മൾ അവിടുത്തെ
അതിലോട്ട് പോവുകയാണ്. അപ്പോൾ നടന്നു പോകുമ്പോൾ പാരലലി ഇങ്ങനെ ട്രെയിനിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അതൊക്കെ ഭയങ്കര ക്ലീൻ ആണ്. എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര മനസ്സിലാവുന്നത് പറഞ്ഞത്. ആ ട്രെയിൻ ഇവിടെ ഓടുന്ന ഓരോ ട്രെയിനും രാവിലെ കുളിച്ച് വൃത്തിയായിട്ട്, മനുഷ്യന്മാർ നമ്മളൊക്കെ കുളിക്കുന്നത് നമുക്ക് ഡൗട്ട് തോന്നും, പക്ഷേ ഇവിടുത്തെ ട്രെയിൻ ഡെയിലി കുളിച്ചിട്ടാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ ട്രെയിന് കയറാൻ വേണ്ടി നമ്മളെ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ വഴികളൊക്കെ ഒന്ന് നോക്കൂ. എനിക്ക് അറിഞ്ഞുകൂടാ ആ വൃത്തിയുടെ അപാരത നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ടെന്ന്. ഓൾഡ് സ്റ്റോണൊക്കെ ആയിരിക്കാം പേയ്മെൻറ്റിലൊക്കെ, പഴയതായിരിക്കാം, പക്ഷേ അതിൻ്റെ വൃത്തി അത് ഭയങ്കര ഒരു എക്സ്റ്റെൻഡിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആരും മാതൃകയാക്കാൻ പറ്റുന്ന മാതൃകയാക്കേണ്ട തരത്തിൽ അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് വീട്ടിലേക്കുള്ള വഴി. നടന്ന് ഒരു റൈറ്റ് ടേൺ എടുക്കുമ്പോഴാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഒരുപാട് നാടുകൾ കണ്ടു എന്നല്ല, കണ്ട നാടുകളിൽ നിന്നൊക്കെ നമുക്ക് ഓരോ പാഠങ്ങൾ ഇങ്ങനെ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ജപ്പാനാണ് ഏറ്റവും നമ്മുടെ നിത്യജീവിതത്തിനെ ഏറ്റവും പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക പാഠങ്ങൾ തന്നതായിട്ട് തോന്നുന്നത്. അതായത് നമ്മൾ എത്രമാത്രം ഒരു സമൂഹത്തിൻ്റെ വൃത്തിയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ആ വൃത്തികേട് ഇല്ലാതാക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നൽ നൽകിയത് ഇവിടെ താമസിച്ചപ്പോൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. വ്യക്തിപരമായി നമ്മൾ എത്ര നല്ല തീരുമാനങ്ങൾ നമ്മുടെ ഹൈജീനിന് വേണ്ടിയായാലും ചുറ്റുപാടുള്ള വൃത്തിക്ക് വേണ്ടിയായാലും എടുത്താലും അത് എത്ര മാത്രം നടക്കും, അത് പ്രാക്ടിക്കലായിട്ട് അത് സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊന്നും ഉറപ്പില്ല. പക്ഷെ ഒരു സമൂഹം എന്ന നിലയിൽ ജപ്പാൻ ഇതൊക്കെ കൈവരിച്ചത് അതൊരു സാമൂഹികമായിട്ടുള്ള നിയമമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്ത് ജീവിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദയാണ് എന്നുള്ള ബോധം ഇവിടുത്തെ ഓരോ മനുഷ്യനും ചെറിയ പ്രായത്തിൽ തൊട്ടേ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന നമുക്ക് ഇത് അത്ഭുതമാണെങ്കിലും ഇത് അവർക്ക് ഒരു വെള്ളം കുടിക്കുന്ന പോലെയോ ശ്വാസം എടുക്കുന്ന പോലെയോ ഒക്കെ ശീലമായ കാര്യങ്ങളാണ്. ഈ മുന്നിൽ കാണുന്നതാണ് ട്രെയിൻ ബാരിക്കേഡ്. ഈ ട്രെയിൻ ബാരിക്കേഡ് ഏത് ഇന്റീരിയർ സ്റ്റേഷനിലായാലും സിറ്റി സൈഡ് ടോക്കിയോ സ്റ്റേഷൻ ആയാലും എല്ലായിടത്തും ഈ ട്രെയിൻ ബാരിക്കേഡ് കാണും. ഇനി അബദ്ധത്തിലോ മറ്റോ ഒരു വ്യക്തിയും റെയിൽ പാളത്തിലുള്ള ഒരു അപകടത്തിൽ പെടരുത് എന്ന് ഉള്ളത് കൊണ്ട് ജപ്പാൻ റെയിൽ സിസ്റ്റം നടപ്പാക്കിയ കാര്യമാണിത്. ഇതാണ് ജപ്പാൻ റെയിൽ പാസ്. ഇത് എല്ലാ ടൂറിസ്റ്റുകൾക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി ഉള്ള ഒരു ഫെസിലിറ്റിയാണ്. ഒരു വീക്ക് ഈ ടിക്കറ്റ് വെച്ച് എങ്ങോട്ട് വേണമെങ്കിലും JR ലൈൻസിലൂടെ ട്രാവൽ ചെയ്യാം. അപ്പോൾ ഒരു വീക്കൊക്കെ ട്രിപ്പിന് വരുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാം, അല്ലെങ്കിൽ 2 വീക്സിൻ്റെ പാസ് കൊണ്ട് അത് കുറച്ച് എക്കണോമിക്കലാണ്. പിന്നെ അക്കുയി ചെയ്യുന്നതാണ് സ്റ്റാമ്പ്. ഓരോ റെയിൽവേ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടുകൾ എല്ലായിടത്തും ഈ സ്റ്റാമ്പ് ഉണ്ടാവും. അപ്പോൾ സ്റ്റാമ്പ് പാസ്പോർട്ട് ആയിട്ടൊരു ബുക്ക് വാങ്ങിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക. ടൂറിസ്റ്റ് സ്പോട്ടുകൾ കാണുക, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അതൊക്കെ കണ്ടു എന്ന് ടിക്ക് ചെയ്ത് പോവുക എന്നതിനേക്കാൾ ഈ നാട് എന്ന എക്സ്പീരിയൻസ് തന്ന സന്തോഷമായിരുന്നു ജപ്പാനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പലപ്പോഴും പല ദിവസങ്ങളിലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ സബർബിൽ നിന്ന കുറച്ച് ദിവസങ്ങൾ പ്രത്യേകിച്ചും ഫീൽ ചെയ്ത പലതും ഉണ്ട്. നമ്മളെന്താ ഇങ്ങനെയൊന്നും ചെയ്യാഞ്ഞേ, നമുക്കും ഇത് പറ്റുമല്ലോ, നമ്മുടെ നാട്ടിലും ഇങ്ങനെ വേണമല്ലോ, എല്ലാവരെ കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങൾ, അൺഅച്ചീവബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, മനുഷ്യന്മാരിൽ കൊണ്ട് സാധിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്ന ഓർമ്മപ്പെടുത്തൽ തന്ന ഒരു യാത്ര. ആ യാത്ര പിന്നെയും ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോകളും കുറിപ്പുകളും പലയിടത്തായിട്ട് ഇടുന്നു എന്ന് മാത്രം. കൂടെ കണ്ടവർക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.